നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് TDSനെ കുറിച്ചിട്ടാണ്. അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് ഇതൊരു ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ആണ് ഇത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് A to Z നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് TDS, എപ്പോഴാണ് TDS അപ്ലിക്കബിൾ ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. TDS എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു എംപ്ലോയിക്ക് അയാളുടെ സാലറി കിട്ടുന്ന സമയത്ത് അയാളുടെ സാലറിയുടെ മുകളിൽ എത്രയാണോ ടാക്സ് അത് ഡിഡക്ട് ചെയ്തിട്ടാണ് എംപ്ലോയിക്ക് സാലറി കൊടുക്കുള്ളൂ. എംപ്ലോയർ എന്ത് ചെയ്യും? എംപ്ലോയറുടെ ബാധ്യതയാണ് ഈ എംപ്ലോയിയുടെ ടാക്സ് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് സാലറിയുടെ മുകളിൽ എത്രയാണോ ടാക്സ് ആ പിടിച്ചു വെച്ചിട്ട് ടാക്സ് എംപ്ലോയർ എന്താണ് ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യും. അപ്പൊ അതാണ് സിമ്പിൾ ആയിട്ട് TDS എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ലോട്ടറി അടിച്ചു, 10 ലക്ഷത്തിന്റെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഫുൾ എമൗണ്ട് ആയിട്ട് കിട്ടില്ല. കാരണം എന്താണ്? ഗവൺമെന്റ് അതിന്റെ ടാക്സ് പിടിച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമുക്ക് തരുള്ളൂ. അതായത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ടാക്സ് കിട്ടുന്നില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തല്. ഇപ്പോ നമ്മളെ പോലുള്ള ഒരു ഇൻഡിവിജ്വല് നമ്മുടെ കയ്യിൽ കിട്ടി പിന്നെ ടാക്സ് അടയ്ക്കുമ്പോൾ എന്താണ്? അതിന് ഡിലേ വരും. അപ്പൊ ഗവൺമെന്റിന് കറക്റ്റ് സമയത്ത് ടാക്സ് കിട്ടില്ല. പിന്നെ ഓരോരുത്തരും അടച്ചിട്ടില്ലേ എന്നുള്ളത് ഗവൺമെന്റിനെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ TDS എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് TDSന് ആപ്ലിക്കബിൾ ആവുന്ന കുറച്ച് കാറ്റഗറീസ് ആണ് ഉള്ളത്. അപ്പൊ എല്ലാറ്റിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എന്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പൊ ഞാൻ റിപ്ലൈ തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. എന്താണ് TDS? വാട്ട് ഈസ് TDS? ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്. അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്? ഇൻകം ബേസ്ഡ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻകം. TDS 2 തരത്തിലുണ്ട്. ഒന്ന് എംപ്ലോയീസിനുണ്ട്, TDS ഫോർ എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസ് ആകുമ്പോൾ അവിടെ എന്താണ്? സാലറി ബേസ് ചെയ്തിട്ടാണ്, ബേസ്ഡ് ഓൺ സാലറി ആണ്. അടുത്ത സെക്ഷൻ എന്താണ്? TDS ഫോർ നോൺ എംപ്ലോയീസ് ആണ്. അപ്പൊ TDS ഫോർ നോൺ എംപ്ലോയീസിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. TDS ഫോർ നോൺ എംപ്ലോയീസിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, കമ്മീഷൻ, പ്രൊഫഷണൽ ഫീസ്, റെന്റ്, സെയിൽ ഓഫ് ലോട്ടറി ടിക്കറ്റ്, ഇങ്ങനെയുള്ള കാറ്റഗറി ഒക്കെയാണ് വരിക. അതേപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഹെഡുകളുടെ മുകളിലാണ് TDS അപ്ലിക്കബിൾ ആയിട്ട് വരിക. ഇനി അടുത്തത് എന്താണ്? ടാൻ നമ്പർ. എന്താണ് ടാൻ നമ്പർ? നമ്മൾ GST അടയ്ക്കുന്ന സമയത്ത് GSTR നമ്പർ ഉണ്ടായിരിക്കും. അതേപോലെ TDS ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടാൻ നമ്പർ വേണം. അപ്പൊ ടാൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ. ഒരു ടാൻ നമ്പറിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? 10 ഡിജിറ്റ് ആണ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് 4 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ലെറ്റർ ആണ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് 5 എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറിക്കൽ നമ്പർ ആണ്. പിന്നീട് എന്താണ്? വീണ്ടും ഒരു ആൽഫ. ഈ ഒരു ഫോർമാറ്റിലാണ് പാൻ നമ്പർ ഉണ്ടായിരിക്കുക. അത് നമുക്ക് TDS ഫോർ എംപ്ലോയീസ് എന്താണെന്ന് നോക്കാം. അപ്പൊ TDS ഫോർ എംപ്ലോയീസ് പറയുന്നത് എന്താണ്? സാലറി ബേസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നമുക്ക് എന്താണ്? അയാളുടെ സാലറിയുടെ സ്ലാബ് വെച്ചിട്ടാണ് അവിടെ TDS കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് TDSന്റെ സ്ലാബ് നമുക്ക് 2 റെജീം ഉണ്ട്. ഓൾഡ് റെജീമും ഉണ്ട്, ന്യൂ റെജീമും ഉണ്ട്. അപ്പൊ ഏതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഓൾഡ് റെജീമിലാണെങ്കിൽ അതിന്റെ സ്ലാബ് വരുന്നത് അപ് ടു 2,50,000 ആണെങ്കിൽ നില്ലാണ്. നമ്മൾ ഒന്നും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൊല്ല വരുമാനം എന്താണ്? 2,50,000 ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ടാക്സ് എന്താണ്? നില്ലാണ്. അതേപോലെ തന്നെ 2,50,000 to 5 lakh ആണെന്നുണ്ടെങ്കിലോ 5% ആണ് ടാക്സ് വരുന്നത്. അതേപോലെ 5 lakh to 10 lakh ആണെങ്കിൽ എന്താണ്? 20% ആണ്. എബോവ് 10 lakh ആണെങ്കിൽ എന്താണ്? 30% ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ സ്ലാബ് വരിക. ഇനി ന്യൂ റെജീം ആണെന്നുണ്ടെങ്കിലോ അപ് ടു 3 lakh ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ എന്താണ്? നില്ലാണ്. 3 lakh to 50 lakh 3 lakh to 5 lakh ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ 5% ആണ് വരുന്നത്. അപ്പോൾ അപ് ടു 3 lakh വരെ എന്താണ്? ഒരു ടാക്സും ഇല്ല.
അപ്പൊ അതാണ് ഇതിന്റെ സ്ലാബ് എന്ന് പറയുന്നത്. അപ്പൊ സാലറി കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ ഈ സ്ലാബിന്റെ അടിസ്ഥാനത്തിലാണ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് TDS ചാർട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡുകളുടെ മുകളിലാണ് TDS വരിക എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഇതിൽ പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസും അതിൽ വരുന്ന ഹെഡുകളും അതിൽ വരുന്ന ടാക്സ് റേറ്റുകളെ കുറിച്ചിട്ടുമാണ്. അപ്പൊ എല്ലാതും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യത്തെ കണ്ടുവെച്ചെങ്കിൽ സെക്ഷൻ എന്ന് പറയുന്നത് 193, 194A ആണ്. അതായത് രണ്ട് സെക്ഷനും ഇതിൽ വരുന്നുണ്ട്. അതിന്റെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്താണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ആണ് വരുന്നത്. അതിന്റെ ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 40,000 ആണ് വരുന്നത്. അതിന്റെ ടാക്സ് റേറ്റ് പറയുന്നത് എന്താണ്? 10% ആണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? നമുക്ക് TDS ഓൺ കോൺട്രാക്ട് ആണ്. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ TDS ഓൺ കോൺട്രാക്ട് ആണ്. അതിന്റെ സെക്ഷൻ എന്താണ്? 194C ആണ് വരുന്നത്. അതിന്റെ ത്രെഷോൾഡ് ലിമിറ്റ് എത്രയാണ് വരുന്നത്? 30,000 ആണ് വരുന്നത്. അതിന്റെ ടാക്സ് റേറ്റ് എത്രയാണ് വരുന്നത്? 1% അല്ലെങ്കിൽ ഏതാണ്? 2% ആണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? കമ്മീഷൻ ആണ്. കമ്മീഷൻ സെക്ഷൻ ഏതാണ്? 194D, G, H. ഈ മൂന്നും എന്താണ്? ഈ ഒരു സെക്ഷനിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കമ്മീഷന്റെ താഴ്ന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൂന്ന്, അപ്പൊ അതായത് കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ ഓൺ ബ്രോക്കറേജ്, അങ്ങനെ വിവിധ തരം കമ്മീഷനുകൾ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് വരുന്നത്. അതിന്റെ ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 15,000 ആണ്. എല്ലാ തരം കമ്മീഷന്റെയും റേറ്റ് എത്ര തന്നെയാണ്? 5% തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? 194I ആണ്. അതെന്താണ്? റെന്റ് ആണ്. റെന്റിന്റെ ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2,40,000 ആണ്. റേറ്റ് വരുന്നത് എന്താണ്? 10% ആണ് റേറ്റ് വരുന്നത്. അതേപോലെ എന്താണ്? 194J ഉണ്ട്. പ്രൊഫഷണൽ ഫീസ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഓഡിറ്റർക്ക് കൊടുക്കുന്ന ഫീ, ഇതിന്റെയൊക്കെ മുകളിൽ എന്താണ്? TDS അടയ്ക്കണം. അതിന്റെ ത്രെഷോൾഡ് ലിമിറ്റ് എത്രയാണ്? 30,000 ആണ്. ടാക്സ് റേറ്റ് വരുന്നത് എത്രയാണ്? 10% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. അടുത്തത് എന്താണ്? സാലറി ആണ്. അപ്പൊ സാലറിയുടെ സെക്ഷൻ പറയുന്നത് എന്താണ്? 192A ആണ്. അപ്പൊ സാലറി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ റേറ്റിലല്ല, അതുകൊണ്ടാണ് ഇവിടെ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് പറയാത്തത്. കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് സ്ലാബിന്റെ റേറ്റിന് മുകളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ കുറെ ഹെഡുകൾ പറഞ്ഞു, TDS അപ്ലിക്കബിൾ ആവുന്ന കുറെ ഹെഡുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് ഒരു എക്സാമ്പിളിലൂടെ നമ്മൾക്ക് നോക്കാം. ഇപ്പൊ നമ്മള് പ്രൊഫഷണൽ ഫീസ് ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ പ്രൊഫഷണൽ ഫീസിന്റെ നമ്മൾക്ക് 2 lakh ആണെന്ന് വിചാരിക്കുക. അതിന്റെ ബേസിക് എമൗണ്ട് നമ്മൾ 2 lakh ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ എന്താണ്? CGST 18% ആണ് ടാക്സ് വരിക, CGST 9%, SGST 9%. അങ്ങനെ ടോട്ടൽ ബിൽ എമൗണ്ട് എത്രയായിട്ട് മാറി? 2,36,000 ആയിട്ട് മാറി. ഇനി എന്താണ്? TDS 10%. അപ്പൊ നമ്മുടെ TDS ഏതിന്റെ മുകളിലാണ് പിടിക്കുക? ബേസിക് എമൗണ്ടിന്റെ മുകളിലാണ് TDS. 2 lakhന്റെ 10% പറയുന്നത് എന്താണ്? 20,000 ആണ്. അപ്പൊ നമുക്ക് എന്താണ്? പേയ്മെന്റ് എമൗണ്ട് എത്രയാണ് കൊടുക്കേണ്ടത്? 2,36,000 നിന്ന് 20,000 കുറച്ച് ബാക്കിയുള്ളതാണ് എന്ത്? 2,16,000 ആണ് ഈ ഒരു പ്രൊഫഷണൽ ഫീസിന്റെ എമൗണ്ട് ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് TDSന്റെ കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് TDSന്റെ ഫ്ലോ നോക്കാം. എങ്ങനെയാണ് TDSന്റെ ഫ്ലോ എന്നുള്ളത് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താണ് വരുന്നത്? TDS എന്താണ്? ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദി ടാക്സ് പേയർ ഡിഡക്ട് ടാക്സ് ഫ്രം ദ പേയ്മെന്റ്. ആദ്യം എന്താണ്? ഡിഡക്ടർ എന്താണ്? ടാക്സ് എന്താണ്? ഡിഡക്ട് ചെയ്യും. ആ ഡിഡക്ട് ചെയ്തിട്ട് സെക്കൻഡ് ആയിട്ട് എന്താണ് വരുന്നത്? പേയർ ഡിപ്പോസിറ്റ് ടു ഗവൺമെന്റ്. അതായത് ഡിഡക്ട് ചെയ്യുന്ന ആള് അതെന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നീട് എന്താണ് ചെയ്യണത്? ദി പേയർ ഫയൽസ് റിട്ടേൺസ് ഓഫ് TDS. അതായത് പിടിച്ചു വെച്ചിട്ടുള്ള ആളുണ്ടല്ലോ, അയാൾ എന്ത് ചെയ്യും? അയാള് റിട്ടേൺ എന്താണ്? TDSന്റെ റിട്ടേൺ എന്താണ്? ഫയൽ ചെയ്യും. നെക്സ്റ്റ് എന്താണ്? പേയർ എന്താണ്? TDS സർട്ടിഫിക്കറ്റ് പേയിക്ക് ഇഷ്യൂ ചെയ്യും. അതായത് ഡിഡക്റ്റിക്ക് ഈ TDS അടച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഫിഫ്ത് വൺ എന്താണ്? പേയി ക്ലെയിം റീഫണ്ട് ഓഫ് ദ TDS ഇൻ ഹിസ് റിട്ടേൺ. അപ്പൊ ഇതാണ് TDSന്റെ ഒരു ചാർട്ടായിട്ട് വരുന്നത്. അപ്പൊ ആദ്യം എന്താണ്? ഡിഡക്ടർ എന്താണ്? TDS പിടിക്കും. ആ പിടിച്ചു വെച്ചിട്ടുള്ള TDS ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. TDS റിട്ടേൺ ഫയൽ ചെയ്യും. ആ ഫയൽ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് പേയിക്ക് കൊടുക്കും, ഡിഡക്റ്റിക്ക് കൊടുക്കും. പിന്നെ എന്താണ്? ഡിഡക്റ്റ് എന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള എന്താണ്? TDS എന്താണ്? റീഫണ്ട് ചെയ്യും. അപ്പൊ ഇതാണ് TDSന്റെ ഒരു ചാർട്ടായിട്ട് വരുന്നത്.
നമുക്ക് TDS അടയ്ക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 7th of every month ആണ്. അതായത് ജൂണിലെ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ജൂലൈ 7ാം തീയതി ഉള്ളിൽ അടച്ചിരിക്കണം. അത് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ് 1.5% ആണ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് പെർ മന്ത് ചാർജ് ചെയ്യും. അതിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 201(1)(a) സെക്ഷൻ പ്രകാരമാണ് ഇൻട്രസ്റ്റ്, പെനാൽറ്റി കാര്യങ്ങളൊക്കെ വരിക. അതേപോലെ തന്നെ TDS ഡ്യൂ ഡേറ്റ് എന്താണ്, 2023-24 റിട്ടേൺ ഫയലിംഗിൽ TDS നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക, ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പൊ 4 ക്വാർട്ടർ ആണ് ഉണ്ടാവുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് എന്താണ്, 1st April to 30th June ആണ്. അത് നമ്മൾ എന്താണ് ഫയൽ ചെയ്യേണ്ടത്, 31st ജൂലൈക്കാണ് നമ്മളത് ഫയൽ ചെയ്യണത്. സെക്കൻഡ് ക്വാർട്ടർ എന്താണ്, 1st July to 30th September. അതിന് നമ്മൾ എന്നാ ഫയൽ ചെയ്യേണ്ടത്, 31st Octoberലാണ് അത് ഫയൽ ചെയ്യേണ്ടത്. തേർഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1st October to 31st December. അതെന്താണ് ഫയൽ ചെയ്യേണ്ടത്, 31st January 2014, അടുത്ത വർഷം. ഫോർത്ത് ക്വാർട്ടർ എന്താണ്, 1st January to 31st March. അതെന്താണ്, 31st Mayയിലാണ് അത് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഫയലിംഗ് ആണ്. അതായത് ഫസ്റ്റ് ക്വാർട്ടർ പറഞ്ഞാൽ 1st April to June ആണ്, അത് ജൂലൈയിൽ ഫയൽ ചെയ്യും. രണ്ടാമത്തെ ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 30 to സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1st July to 30th September ആണ്, അത് 31st Octoberനാണ് ഫയൽ ചെയ്യുക. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, October to December, അത് ജാനുവരിയിലാണ് ഫയൽ ചെയ്യുക. ഫോർത്ത് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ January to March ആണ്, അതെന്താണ് മെയ്യിലാണ് ഫയൽ ചെയ്യുക. അപ്പൊ ഇതാണ് ഫയലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതപ്പോ ഇതാണ് ഫയലിംഗ് ക്വാർട്ടർ പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഫോമുകളാണ് ഉപയോഗിക്കുക. TDS ഫോർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 24Q ഉപയോഗിച്ചിട്ടാണ് TDS ഫയൽ ചെയ്യുക എംപ്ലോയീസിനാണെങ്കിൽ. നോൺ എംപ്ലോയീസിനാണെങ്കിൽ ഫോം 26Q ഉപയോഗിച്ചിട്ടാണ് TDS ഫോർ നോൺ എംപ്ലോയീസിന്റെ ഫയൽ ചെയ്യുക. ഈ 2 ഫയലുകൾക്കും വേണ്ടിയിട്ട് ഈ 2 ഫയലിംഗ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുക. ഈ 2 ഫയലിംഗും ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരു 27A കൂടി അതിൽ അറ്റാച്ച് ചെയ്യണം. അപ്പൊ ഇതാണ് TDSന്റെ ഒരു പ്രൊസീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.